അപ്പോൾ ഹായ് എവരി വൺ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എ വയർ 1 മീറ്റർ ലോങ് ഈസ് കട്ട് ഇൻ ടു 2 പീസസ്. ഒരു 1 മീറ്റർ ലോങ് ആയിട്ടുള്ള വയർ 2 പീസായിട്ട് കട്ട് ചെയ്തേക്കുന്നു. അതിൽ ഒരു പീസ് ഉപയോഗിച്ച് അവരൊരു സ്ക്വയറും മറ്റൊരു പീസ് ഉപയോഗിച്ച് അവരൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കിയേക്കുന്നു. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അടുത്ത അവർ പറഞ്ഞേക്കുന്നത് 3 times the side of a square and the 2 times the side of an equilateral triangle makes 71 centimeter. അപ്പം നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാത്തത് കൊണ്ട് എക്സ് എന്ന് എടുക്കാം. അതേപോലെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് വൈ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന ഇക്വേഷൻ എങ്ങനെയാവും? 3 times the side of a square എന്നാണ്. അതായത് 3x plus 2 times the side of an equilateral triangle 2y എന്താണ് ഉണ്ടാക്കുന്നത്? എത്രയാണ് തരുന്നത് നോക്കിയേ, 71 സെന്റിമീറ്റർ. അതൊരു ഇക്വേഷൻ നമ്പർ 1. ഇനി അതല്ലാണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്താ? വയറിന്റെ ടോട്ടൽ ലെങ്ത് 100 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്നാണ് ഈ രണ്ടും ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നമുക്ക് ഒരു സ്ക്വയറിൽ ടോട്ടൽ എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ്. അപ്പോൾ 4x പ്ലസ് അതേപോലെ ട്രയാങ്കിളിൽ 3 സൈഡ് 3y ഗീവ്സ് 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. നിങ്ങളൊന്ന് ഇവിടെ നോക്കിയേ, എക്സും വൈയും. എക്സിന്റെ കോയിഫിഷ്യന്റ് 3 ആയിരിക്കുമ്പോൾ വൈൻ്റെ കോയിഫിഷ്യന്റ് 2. അതേപോലെ എക്സിന്റെ കോയിഫിഷ്യന്റ് 4 ആയിരിക്കുമ്പോൾ വൈയുടെ കോയിഫിഷ്യന്റ് 3. നമുക്കപ്പോൾ ഒരേപോലെ ആക്കണം, ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വൈയുടെ കോയിഫിഷ്യന്റ് നമുക്ക് സെയിം ആക്കാനാണ് പോണേന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 3 into 2h ചെയ്ത് കഴിഞ്ഞാൽ വൈൻ്റെ കോയിഫിഷ്യന്റ് 6 ആവുക. അതായത് ഇവിടെ ഇൻറ്റു 3 ചെയ്യുന്നു നമ്മൾ. അപ്പം വൈയുടെ കോയിഫിഷ്യന്റ് എന്താവും? 6 ആവും. അതേപോലെ തന്നെ താഴത്തെ ഇക്വേഷനിൽ വൈയുടെ കോയിഫിഷ്യന്റ് 6 ആവണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഇക്വേഷൻ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻറ്റു 3 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം 9x പ്ലസ് 6y ഈസ് ഈക്വൽ ടു 3 into 71 213 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്? 2 കൊണ്ട്. എന്നാലേ നമുക്ക് വൈയുടെ കോയിഫിഷ്യന്റ് സെയിം ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 4x എന്ന് പറയുന്നത് 8x പ്ലസ് 2 into 3y എന്ന് പറയുന്നത് 6y ഇൻറ്റു 2 into 100 200. നമുക്ക് 2 പുതിയ ഇക്വേഷൻ കിട്ടിയേ. അതിൽ വൈയുടെ കോയിഫിഷ്യന്റ് സെയിം ആണ്. അപ്പം നമുക്ക് ഇക്വേഷൻ ഇതിനെ 3 എന്നും കൊടുക്കാം, ഇതിനെ 4 എന്നും കൊടുക്കാം. ഇക്വേഷൻ 3 - 4 ചെയ്ത് നോക്കാം. 213 - 200 എന്ന് പറഞ്ഞാൽ 13 വരും. ഇവിടെ 0 വരും, എക്സ് വരും. അപ്പം നമുക്ക് നോക്കിയേ, 9 - 8 1 ആണല്ലോ, 1x. അപ്പം നമുക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 13 എന്ന് കിട്ടി. എങ്കിൽ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കൂലേ? ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. 3 into 13 പ്ലസ് 2y ഈസ് ഈക്വൽ ടു 71. അപ്പം എത്ര? 39 പ്ലസ് 2y ഈസ് ഈക്വൽ ടു 71. അങ്ങനെയാണെങ്കിൽ 2yയുടെ വാല്യൂ എന്തായിരിക്കും? 71. ഈ 39 പ്ലസ് 39 അപ്പുറത്ത് പോകുമ്പോൾ -39. എത്ര കിട്ടി? 32 കിട്ടി നമുക്ക്. അപ്പം വൈയുടെ വാല്യൂ എന്താ? 32 ഡിവൈഡഡ് ബൈ ഇൻറ്റു 2 ഇപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഗിവ്സ് 16. വൈയുടെ വാല്യൂ കിട്ടി, എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പം മനസ്സിലായില്ലേ? ഇത്രയും സിമ്പിളാണ് ഈ പ്രോബ്ലം. അപ്പം നമുക്ക് ഇത് ഇനി ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കിയേ. ഈ ഒരൊറ്റ പീസ് 2ആയിട്ട്
ഡിവൈഡ് ചെയ്തേക്കണമെന്നല്ലേ പറഞ്ഞ. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി 13. അപ്പോൾ ഇതിന് 4 സൈഡ്സ് ഉണ്ട്. 4 × 13 സിമ്പിൾ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 52. എത്ര കിട്ടുന്നതെന്ന് നോക്കിയേ. 52 ആയിരിക്കും. 13 × 4 52. 52. അതേപോലെ തന്നെ വൈയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടി? 16 ആണെന്ന് കിട്ടി. അത് വൈക്ക് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്. അപ്പം 3 × 16 എത്ര കിട്ടും? 3 × 16 48. 48 കിട്ടണമല്ലോ, കാരണം ടോട്ടൽ എത്രയാണ്? 100. നോക്കുമ്പോൾ കറക്റ്റായില്ലേ? ഈ 100 1 മീറ്റർ ഉള്ളത് 52ഉം 48ഉം ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം കിട്ടിയല്ലോ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. 4 years ago, Rahim's age was 3 times the age of Ram. After 2 years, this would become 2 times. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് പ്രസന്റ് ടെൻസിൽ അവരുടെ ഏജിനെ നമുക്ക് എക്സും വൈ കൊണ്ടും റെപ്രസെന്റ് ചെയ്യാം. റഹീമിന്റെ ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, രാമുവിന്റെ ഏജ് വൈ ആയിട്ട് എടുക്കുന്നു. അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 4 വർഷം മുമ്പേ 4 years ago, റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. അപ്പൊ ഇപ്പൊ എക്സ് ആണെന്നുണ്ടെങ്കിൽ 4 വർഷം മുമ്പേ പുള്ളിയുടെ ഏജ് എന്തായിരിക്കും? 4 years ago. റഹീമിന്റെ ഏജ് എന്തായിരിക്കും? എക്സ് -4 ആയിരിക്കും. അതേപോലെ തന്നെ റാമുവിന്റെ y -4 ആയിരിക്കും. എന്നിട്ട് ആ റിലേഷൻ നമുക്ക് തന്നേക്കണം എന്താ? റഹീമിന്റെ ഏജ് 3 times രാമുവിന്റെ ഏജ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ എഴുതാം? എക്സ് -4 ആയ റഹീമിന്റെ ഏജ് ഇസ് ഈക്വൽ ടു 3 times ആരുടെ ഏജ്? രാമുവിന്റെ ഏജ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. എക്സ് -4 ഇസ് ഈക്വൽ ടു 3y - 12. അത് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 3y - 12 + 4, അതായത് -8 വരും. സോറി ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ഉള്ളത് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. അപ്പം 8 വരും. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 3y - 8 വരുന്നു. നമുക്ക് ഈ വൈനെയും കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. എക്സ് -3y ഈസ് ഈക്വൽ ടു -8 എന്ന് കിട്ടി. അതേപോലെ തന്നെ ഇനി അടുത്തത് നോക്കാം. നമുക്ക് അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ആഫ്റ്റർ 2 years. ആഫ്റ്റർ 2 years എന്ന് പറയുമ്പോൾ എന്താ? 2 കൂടെയല്ലേ? അപ്പൊ നമ്മ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ റഹീമിന്റെ ഏജ് ആഫ്റ്റർ 2 years എന്ന് പറയുമ്പോൾ എക്സ് + 2y. അപ്പൊ രാമുവിന്റെ എന്താവും? യെസ്, y + 2. അതിലവര് പറഞ്ഞേക്കുന്ന ഇക്വേഷൻ എന്താ? റിലേഷൻ എന്താ? ദിസ് വുഡ് ബിക്കം 2 times എന്ന് പറഞ്ഞേക്കണം. അതായത് രാമുവിന്റെ ഏജ് എക്സ് + 2 ആണെങ്കിൽ, റഹീമിന്റെ ഏജ് എക്സ് + 2 ആണെന്നുണ്ടെങ്കിൽ 2 times ഓഫ് രാമുവിന്റെ ഏജ് ആയിരിക്കും അത്, y + 2. ഓക്കെ, അപ്പൊ ഇതും നേരത്തെ പോലെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കി. 2y + 4. 2 × y, 2 × 2 4. 2 × y എന്ന് പറഞ്ഞാൽ 2y, 2 × 2 എന്ന് പറഞ്ഞാൽ 4. അതേപോലെ എക്സ് ഇസ് ഈക്വൽ ടു 2y + 2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -2 ആയി. 4 - 2 എന്ന് പറയുന്നത് 2 തന്നെ. അപ്പം 2y + 2 എന്ന് കിട്ടി. ഇനി 2y ഇപ്പുറത്തോട്ട് എടുത്താൽ എക്സ് - 2y ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 കിട്ടി. അപ്പൊ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം എക്സിന്റെ രണ്ടിന്റെയും കോഎഫിഷ്യന്റ് സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റേ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് മൈനസിന്റെ പ്രശ്നം വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 2 - ഇക്വേഷൻ നമ്പർ 1 ചെയ്യാം. ഓക്കെ ആണ്. അപ്പൊ എന്താണ്? എക്സ് - 2y ഇസ് ഈക്വൽ ടു 2. ഇക്വേഷൻ നമ്പർ 1 എക്സ് - 3y is equal to -8. മൈനസ് ചെയ്തേ 0 വരും.
-2 -3 എന്ന് പറഞ്ഞാൽ എന്താ? മൈനസും പ്ലസ് ആയി. -2 + 3 എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലേ? അപ്പൊ y കിട്ടും. ഈസ് ഈക്വൽ ടു 2 -8 അപ്പൊ എന്തായി? പ്ലസ് ആയി. അപ്പൊ 2 + 8 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? വൈയുടെ വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ കിട്ടിയാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് സിമ്പിൾ അല്ലേ? x - 2y = 2. വൈയുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. x - 2 × വൈയുടെ വാല്യൂ 10 ആവുമ്പോൾ എന്ത് വരും? 20 വരും. 20 = 2. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ -20 അപ്പുറം പോകുമ്പോൾ +20 ആവും. 2 + 20 എന്ന് വരും. അപ്പൊ എത്രയായി? 22. രണ്ടുപേരുടെയും ഏജ് കിട്ടി. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം.